Good morning. Today's class we are going to discuss about electronic spectra of complexes. The third unit portion ആണ് electronic spectra and magnetic properties. അതിൽ electronic spectra first discuss ചെയ്യാൻ പോകുന്നത്. അപ്പോൾ electronic spectra എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കുറേയൊക്കെ ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിഗ്രി ട്രാൻസിഷനും ലിഗാൻഡ് ഫീൽഡ് സ്പെക്ട്രയും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റ്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഈ പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. യൂഷ്വലി നമുക്കറിയാം ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ് എക്സിബിറ്റ് വെറൈറ്റി ഓഫ് കളേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് കളേഴ്സ് വരുന്നത്? സച്ച് കളേഴ്സ് ഇൻ ദം എഗനേസ് ഒറിജിനേറ്റ് ഫ്രം ദ അബ്സോർപ്ഷൻ ഓഫ് വിസിബിൾ ലൈറ്റ് ബൈ ദം. Electronic transitions occur between the levels whose energy separates corresponds to a wavelength characteristics of the visible light. നമുക്കറിയാം complex form ചെയ്യുന്ന how it is forming means it is having a metal ion and the ligands are approaching the metal. While this approach happens, there will be a splitting of a d orbital. ഇപ്പോൾ d orbital splitting happen ചെയ്യാം. അതിന്റെ extent എത്ര വരെ ആയിരിക്കും എന്നുള്ളത് it depends upon the nature of the ligand, whether it can be a weak field or a strong field. അപ്പോൾ അതിനനുസരിച്ച് എനർജി ബാൻഡ് ഗ്യാപ്പ് ഡിഫറൻസ് വരാം. ആൻഡ് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവരുടെ എനർജി ഓഫ് അബ്സോർപ്ഷൻ. ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കുമ്പോഴത്തേക്ക് അത് ഡി ഓർബിറ്റൽസിന്റെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോഴത്തേക്ക് അതിന്റെ ബാൻഡ് ഗ്യാപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് എനർജി അബ്സോർബ് ചെയ്തിട്ടായിരിക്കും അത് ട്രാൻസിഷൻ നടക്കുന്നത്. സോ ആ ട്രാൻസിഷന്റെ എഫക്റ്റ് ആയിട്ടാണ് നമുക്ക് വി ക്യാൻ സീ ദ കളേഴ്സ് ഓഫ് ദ കോംപ്ലക്സ്. But that separation corresponds to the wavelength of the characteristics visible light absorption. അപ്പോൾ എങ്ങനെയാണോ ബാൻഡ് ഗ്യാപ്പ് ഡിഫറൻസ് വരുന്നത് അത് ആ ഒരു അബ്സോർപ്ഷനിൽ വിസിബിൾ ലൈറ്റിൽ നിന്നാണെങ്കിൽ the complex will show color. For example, in the case of titanium hexaco complex purple color ആണ്. അതുപോലെ if we do CO 9 times gold color, CR H2O 6 times violet color, nickel hexaco nickel green color, that depends upon the band gap. So the band gap alla d orbital splitting in the gap ine depend ചെയ്തിരിക്കും. Electronic excitation in the metal complex occurs in the visible region and also in the UV region. അപ്പോൾ ഈ മെറ്റൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് സ്മോൾ ആണെങ്കിൽ യു വി റീജിയനും ഇപ്പം ബിഗർ ആണെങ്കിൽ എക്സ്റ്റൻഷൻ ആണെങ്കിൽ അതിന്റെ സെപ്പറേഷൻ കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ബിലോങ് ടു ദ വിസിബിൾ റീജിയൻ. അതേപോലെ പലതരത്തിലുള്ള സ്പെക്ട്രം അബ്സോർപ്ഷൻ സ്പെക്ട്രം കോംപ്ലക്സിൽ കാണിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ഇസ് എ ലിഗാൻഡ് സ്പെക്ട്രം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ലിഗാൻഡിന് ഒരു കറസ്പോണ്ടിങ് അബ്സോർപ്ഷൻ ഉണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഫോംസ് എ മെറ്റൽ കോംപ്ലക്സ് ദ ലിഗാൻഡ് ഇറ്റ്സെൽഫ് ആൾസോ ഷോസ് സം അബ്സോർപ്ഷൻ അല്ലെങ്കിൽ സ്പെക്ട്ര കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ലിഗാൻഡ് മെറ്റൽ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും നഷ്ടപ്പെടുന്നില്ല. ബട്ട് സം ഇലക്ട്രോണിക് ചേഞ്ചസ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ദർ ക്യാൻ ബി എ ഷിഫ്റ്റ് ഇൻ ദ വേവ് ലെങ്ത് റീജിയൻ. ഒരു വേവ് ലെങ്ത് റീജിയനിലുള്ള ഷിഫ്റ്റ് ഹാപ്പൻ ചെയ്യാം. ബട്ട് ദ സ്പെക്ട്ര എക്സിസ്റ്റ് ദെയർ. ഫോർ എക്സാമ്പിൾ വാട്ടർ, പിരിഡിൻ, എത്തനോൾ ഇതെല്ലാം ഒരു അബ്സോർപ്ഷൻ എന്താ വാട്ടർ എത്തനോൾ ഒക്കെ ആണെങ്കിൽ യു വി റീജിയനിൽ കാണിക്കുക. അപ്പോൾ ആ ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത് അവിടെ തന്നെ കാണും. But it can be shifted to higher or lower wavelength region. That depends. Next is a counter ion spectrum. കൗണ്ടർ അയോൺ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെറ്റൽ കോംപ്ലക്സിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൗണ്ടർ അയോൺ കാണും. അതായത് ഈ മെറ്റൽ കോംപ്ലക്സ് അതിന്റെ കറസ്പോണ്ടിങ് ലിഗാൻസ് നമ്പർ ഓഫ് ലിഗാൻസ് ആണ്. അതിന്റെ ഔട്ട്സൈഡ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറത്താണ് കൗണ്ടർ അയോൺ യൂഷ്വലി എക്സ്പ്രസ് ചെയ്യും. അപ്പൊ അതിന് ഇഫ് ഇറ്റ് ഈസ് ഹാവിംഗ് ഇറ്റ്സ് ഓൺ അബ്സോർപ്ഷൻ ദെൻ ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ഷോ ഇറ്റ്സ് അബ്സോർപ്ഷൻ ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ദ കോംപ്ലക്സ് ആൾസോ. ഫോർ എക്സാമ്പിൾ നമ്മൾ യൂഷ്വലി നൈട്രേറ്റ് ഒക്കെ ആയിരിക്കും കൗണ്ടർ അയോൺ ആയിട്ട് വരുന്നത്. സോ നൈട്രേറ്റിന് നമുക്കറിയാം ഒരു അബ്സോർപ്ഷൻ ഉണ്ട്. അത് കൗണ്ടർ അയോൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഷോ ദ അബ്സോർപ്ഷൻ. അപ്പം മെറ്റൽ എടുക്കുകയാണെങ്കിൽ മെറ്റൽ കോംപ്ലക്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിന് ഒരു അബ്സോർപ്ഷൻ കാണും. ഇപ്പം ലിഗാൻഡിന് ഒരു അബ്സോർപ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെത് കാണും. കൗണ്ടർ അയോണും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെതും കാണും. നെക്സ്റ്റ് ഇസ് എ ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രം. ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് പഠിച്ചിട്ടുണ്ട് മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര ആൻഡ് ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രം.
അപ്പം ഇവിടെ നിന്ന് electronic transitions happens between the orbitals of a ligand and metal. അപ്പോൾ മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള ഓർബിറ്റൽസിൽ നിന്നും ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കുകയാണെങ്കിൽ അതിനെയാണ് ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര എന്ന് പറയുന്നത്. ചില കോംപ്ലക്സുകൾ കാണും. ഫോർ എക്സാമ്പിൾ മാംഗനീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ KMnO4ന്റെ കേസ് നോക്കുകയാണെങ്കിൽ മാംഗനീസ് there are no d electrons ഇല്ലെങ്കിൽ കൂടി it shows the absorption and color. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ it is because the transition happens from ligand to metal. അവിടെ മെറ്റലിലെ d ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ബട്ട് even though it is having 0 d electrons, the complex is colored. അപ്പോൾ അവിടെ ട്രാൻസിഷൻസ് നടക്കുന്നത് ചാർജ് ട്രാൻസ്ഫർ വഴിയാണ് കോംപ്ലക്സ് കളേർഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് അത് രണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞു, ലിഗാൻഡ് ടു മെറ്റൽ. ഇപ്പോൾ ലിഗാൻഡിന്റെ എനർജിയാണ് കൂടിയിരിക്കുന്നതെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഹാപ്പൻസ് ഫ്രം ലിഗാൻഡ് ടു മെറ്റൽ. മെറ്റലിന്റെ ഓർബിറ്റൽ എനർജി കൂടിയിരിക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഹാപ്പൻസ് ഫ്രം മെറ്റൽ ടു ലിഗാൻഡ്. അത് എടുക്കുന്ന എന്താണ്, ലിഗാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നെക്സ്റ്റ് പറയുന്ന ഫീൽഡ് സ്പെക്ട്ര, ലിഗാൻഡ് ഫീൽഡ് സ്പെക്ട്ര നമ്മൾ യൂഷ്വലി എപ്പോഴും പഠിക്കുന്നത് അതറിയാം. ലിഗാൻഡിന്റെ ഫീൽഡ് കൊണ്ട് ഉണ്ടാകുന്ന സെപ്പറേഷൻ, ആ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് നടക്കുന്നു. ആ സ്പ്ലിറ്റിങ്ങിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന അബ്സോർപ്ഷൻ സ്പെക്ട്രയാണ് ലിഗാൻഡ് ഫീൽഡ് സ്പെക്ട്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ DD സ്പെക്ട്ര എന്ന് പറയാം. അതുപോലെ ഇൻട്രാ ലിഗാൻഡ് ട്രാൻസിഷൻ, ഒരു ലിഗാൻഡിൽ നിന്ന് ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ലിഗാൻഡ് ഓർബിറ്റിലേക്ക് ട്രാൻസിഷൻസ് നടക്കാൻ ചിലപ്പോൾ അത് ഫൈൻഡ് ഇൻ ദ UV റീജിയൻ. അങ്ങനത്തെ സ്പെക്ട്രം ഉണ്ട്. Next we can see Russell-Sanders coupling അല്ലെങ്കിൽ സ്പെക്ട്രൽ ടേംസ് ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളൊരു ഇലക്ട്രോണിന്റെ പ്രോപ്പർട്ടി അസൈൻ ചെയ്യുന്നത് 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ടാണ്. ഫസ്റ്റ് വൺ ഇസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ L, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോൺ, ഒരു കോംപ്ലക്സ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഹാവിംഗ് 2 ഇലക്ട്രോൺസ്, D2 ഫോർ എക്സാമ്പിൾ T2 നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അതിന് എങ്ങനെയൊക്കെ ആ ഇലക്ട്രോൺസിൽ തമ്മിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വൺ ഇസ് സ്പിൻ കപ്ലിംഗ്, ദ സ്പിൻ ആംഗുലർ മൊമെന്റം ഓഫ് ദ 2 ഇലക്ട്രോൺസ് കപ്പിൾഡ്. അല്ലെങ്കിൽ ഓർബിറ്റൽ കപ്ലിംഗ്, ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ഓഫ് 2 ഇലക്ട്രോൺസ് ക്യാൻ ബി കപ്പിൾഡ്. അല്ലെങ്കിൽ സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ്, സ്പിൻ and orbital angular moment of the same electrons are coupled. അപ്പോൾ അങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കപ്ലിങ്ങിനെയാണ് നമ്മൾ റസൽ-സാൻഡേഴ്സ് കപ്ലിംഗ് എന്ന് യൂഷ്വലി പറയുന്നത്. സ്പിൻ കപ്ലിംഗ്, ഓർബിറ്റൽ കപ്ലിംഗ് ആൻഡ് സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ്. അപ്പോൾ സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ ലോവർ മാസ് നമ്പർ വരുന്ന കേസസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. സോ ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള കേസാണ്. സ്പിൻ ആംഗുലർ മൊമെന്റം ഓഫ് 1 ഇലക്ട്രോൺ കപ്പിൾസ് വിത്ത് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ഓഫ് ദ സെയിം ഇലക്ട്രോൺ. കപ്ലിംഗ്, ആ ഒരു കപ്ലിംഗ് നടക്കുന്നത് സെയിം ഇലക്ട്രോണിലാണ്. അത് ഹെവിയർ ആറ്റംസ് വരുമ്പോൾ, ഹെവിയർ ആയിട്ടുള്ള അറ്റോമിക് നമ്പർ വരുമ്പോൾ അല്ലെ മാസ് നമ്പർ വരുമ്പോഴാണ് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഗ്രേറ്റർ ദാൻ 30 ഒക്കെ വരുമ്പോഴാണ് അത് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ലെസർ ആയിട്ടുള്ള കേസിൽ നമ്മളത് യൂഷ്വലി നെഗ്ലിജ് ചെയ്യാറുള്ളൂ. അപ്പോൾ എപ്പോഴും സ്പിൻ കപ്ലിംഗ് ഈസ് ഗ്രേറ്റർ. എനർജി കേസ് നമ്മൾ പറയുകയാണെങ്കിൽ സ്പിൻ കപ്ലിംഗ് എനർജി ഈസ് ഗ്രേറ്റർ കമ്പയർഡ് ടു ഓർബിറ്റൽ കപ്ലിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു elements beyond at mass number 30 spin orbital coupling becomes significant, and therefore with heavy elements a different system called JJ coupling is used. അതാണ് നമ്മൾ സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് എന്ന് പറയുന്നത്, JJ കപ്ലിംഗ്. അത് ഹെവിയർ ആറ്റംസിനാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്.
this coupling happens for a electron. ഇപ്പം പറഞ്ഞു orbital angular momentum represent ചെയ്യുന്നത് L, spin angular momentum it is represented as S. അപ്പോൾ ഒരു ഇലക്ട്രോണിന് സ്പിൻ മോഷനും ഉണ്ട് ഓർബിറ്റൽ മോഷനും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് തമ്മിൽ കപ്പിൾ ചെയ്യുന്നത്? അപ്പോൾ ഇത് രണ്ടും വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. സോ ദേ ക്യാൻ ഇന്ററാക്ട് വിത്ത് each other and can have a resultant vector. The vectors L and S can be combined together in a number of ways depending upon the type of interaction. The interactions can be electrostatic ആവാം അല്ലെങ്കിൽ magnetic ആവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് SS കപ്ലിംഗ് എന്താണ്. അപ്പോൾ SS കപ്ലിംഗ് എന്ന് പറയുന്നത് സ്പിൻ ആംഗുലാർ മൊമെന്റം വെക്റ്റർ S1 ഉം S2 ഓഫ് 2 ഇലക്ട്രോൺസ്. അപ്പം SS കപ്ലിംഗ് എന്ന് പറയുന്നത് രണ്ട് ഡിഫറെന്റ് ഇലക്ട്രോൺസിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ LL കപ്ലിംഗും രണ്ട് ഡിഫറെന്റ് ഇലക്ട്രോൺ ആണ്. പക്ഷേ LS കപ്ലിംഗ് എന്ന് പറയുന്നത് സെയിം ഇലക്ട്രോണിൻ്റെതാണ്. അപ്പോൾ SS കപ്ലിംഗ് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് വി ആർ കൺസിഡറിങ് 2 ഇലക്ട്രോൺസ്, രണ്ട് ഇലക്ട്രോൺസിന്റെ spin angular momentum ആണ് S1 and S2. They will interact with each other to give a resultant spin angular momentum vector S. അപ്പോൾ S1 ഉം S2 ഉം കൂടെ ഇന്ററാക്ട് ചെയ്തു കഴിഞ്ഞാൽ we will get a resultant vector capital S. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ, അപ്പോൾ ഈ ഇന്ററാക്ഷൻ വഴി കിട്ടുന്ന ക്യാപിറ്റൽ S ആണ്. S1 ഉണ്ട്, S2 ഉണ്ട്, രണ്ട് ഇലക്ട്രോൺസിന്റെ S1 and S2 ഉണ്ട്. They will interact with each other to give a resultant vector S. Okay. അപ്പോൾ ആ Sന്റെ resultant spin angular momentum എന്ന് പറയുന്നത് it is S root of capital S into S plus 1 ആണ്. That is the resultant vector. അതുപോലെ ഈ Sന് 2S plus 1 orientations ഉണ്ടാവാം. And the S values can be ranged from plus S to minus S for each S. അപ്പോൾ ഇവിടുത്തെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് 2S plus 1 ഓറിയന്റേഷൻ ഉണ്ട്. വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് S2 minus S. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇത്രയാണ്, ഓറിയന്റേഷൻ ഇത്രയാണ്, വാല്യൂ ചേഞ്ചിങ് ഫ്രം ദിസ് വൺ ടു ദിസ്. അത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൺസിഡർ 2 ഇലക്ട്രോൺസ്, രണ്ട് ഇലക്ട്രോണിന് മെറ്റൽ അയോണിൽ 2 ഇലക്ട്രോൺസിനാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഹാവിങ് S will have, quantum number S will have 2 values. So small S1 എന്ന് പറയുന്നത് half ആണ്, S2 എന്ന് പറയുന്നത് half ആണ്. So it can have 2 values, അതായത് S1 plus S2 and S1 minus S2. So half plus half എന്ന് പറയുന്നത് ഇവിടെ 1 ഉം ഇതിൻ്റെത് 2 ആണ്, 0 ആണ്, സോറി. സോ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് S ഇൻറ്റു S പ്ലസ് 1 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇതിൻ്റെതാണെങ്കിൽ സോ ഇറ്റ് ക്യാൻ ഹാവ് ദ വാല്യൂ 1 ഇൻറ്റു 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. Root 2
അതുപോലെ ഇവിടെ 0 into 0 plus 1. This is approximately equal to 1 എന്ന് നമുക്ക് എടുക്കാം. This is 0. That is 1 and 0. So the angular momentum vector, spin angular momentum vector will have 2 into 2s plus 1 value നമ്മൾ പറഞ്ഞു. 2s plus 1 എന്ന് പറയുന്നത് here it is equal to 3. Here it is equal to 2s plus 1 value എന്ന് പറയുന്നത് here it is 1. Okay. അത് എങ്ങനെയാണ് ഈ 3 വാല്യൂ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം s ന്റെ വാല്യൂ ഇവിടെ 1 ആണ്, ക്യാപിറ്റൽ S ന്റെ വാല്യൂ. ഇറ്റ് ക്യാൻ ഹാവ് ദ വാല്യൂ ഫ്രം പ്ലസ് s ടു മൈനസ് s. സോ +1 0 -1 ഇതാണ് 3 ഓറിയന്റേഷൻസ് പറയുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ വാല്യൂയേ ഉള്ളൂ, വിൽ ബി പോയിന്റിംഗ് ഇൻ വൺ ഡയറക്ഷൻ. ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ഇലക്ട്രോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ they will interact with each other resulting in a vector capital S. S can have the 2 values, അതായത് പ്ലോന്തി രണ്ടും കൂടെ ഇന്ററാക്ട് ചെയ്തിട്ട് പോസിറ്റീവ് 1 ആവാം അല്ലെങ്കിൽ 0 ആവാം. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ്. റൂട്ട് ഓഫ് s into s plus 1 എന്ന് നമ്മൾ പറഞ്ഞു. s into s plus 1 വെച്ചിട്ട് ആ രണ്ട് വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1 and 0 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആംഗുലർ മൊമെന്റം വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2s plus 1 ആണ് വാല്യൂസ് എന്ന് പറഞ്ഞു. ഇവിടെ നോക്കാം, ഇത് മൂന്നുമാണ് നമ്മളിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 2s plus 1 can have the values from -1 to +1. സോ അതിന്റെ 3 ഓറിയന്റേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. Along this axis, ms values will be -1, 0 and +1. So s എന്ന് പറയുന്നതിന്റെ 1 s is equal to 1 വന്ന കേസാണ് ഈ ഡിസ്കസ് ചെയ്യുന്നത്. s1 s എല്ലാം s is equal to 1 ആണ്. പക്ഷെ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് -1, 0, +1. എന്നാൽ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ s is equal to 0 വരുന്ന കേസിൽ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ ഇൻക്ലിനേഷൻ ഉള്ളൂ. ഇത് 2 ഇലക്ട്രോണിന്റെ കേസാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇഫ് there are 3 electrons in an atom or ion, ss coupling of any 2 electrons is considered first. അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് 2 ഇലക്ട്രോൺസ് തമ്മിലുള്ള കപ്ലിംഗ് ഫസ്റ്റ് കൺസിഡർ ചെയ്യും. The resultant s vector of the resultant s vector will couple with the third electron. റൂൾസ് എല്ലാം സെയിം തന്നെയാണ്. അതുപോലെ ss കപ്ലിംഗ് ഓരോന്നായിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. Many electron systems are also treated in a similar manner. ഫസ്റ്റ് നമ്മൾ 2 ഇലക്ട്രോൺസിന്റെ കപ്ലിംഗ് എടുക്കും, s വാല്യൂ എടുക്കും. അത് ആ ഇലക്ട്രോണിന്റെ ആ റിസൾട്ടന്റ് s വാല്യൂ വെച്ചിട്ട് നമ്മൾ തേർഡ് ഇലക്ട്രോണിന്റെ ഇന്ററാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിനാണെങ്കിൽ എല്ലാം ഇങ്ങനെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ ഫസ്റ്റ് ഒരു കേസ് മാത്രമേ പറയുന്നുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ LL കപ്ലിംഗ്, ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം കപ്ലിംഗ്. ഇവിടെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇതുപോലെ അതിൻ്റെതായിട്ടുള്ള ഓറിയന്റേഷൻ വാല്യൂസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് 2 ഇലക്ട്രോൺസ് ആണ്, E1 E2. ദർ കറസ്പോണ്ടിങ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം വെക്ടേഴ്സ് എന്ന് പറയുന്നത് L1 and L2 ആണ്. L1 and here it is L2. Coupling of L1 and L2 presses about a common axis which maintaining their mutual inclination and give the resultant vector capital L along the common axis. L1 ഉം L2 interact ചെയ്തിട്ട്
capital നമ്മൾ നേരത്തെ പറഞ്ഞു S1 and S2 interact will give the resultant angular momentum vector spin angular momentum vector capital S. Here ആണെങ്കിൽ L1 and L2 will interact with each other, will give a resultant orbital angular momentum vector capital L. Magnitude എന്ന് പറയുന്നത് it depends upon നേരത്തെ പറഞ്ഞത് 2s plus 1 ആണെങ്കിൽ here it is a 2l plus 1. അതുപോലെ resultant value എന്ന് പറയുന്നത് L into L plus 1 ആണ്. This much orientation is possible. Value can be from minus L2 or L1 plus L2 to etc. L1 minus L2. So orientation എന്ന് പറയുന്നത് 2l plus 1 ആണ്. Magnitude എന്ന് പറയുന്നത് root of L into L plus 1 ആണ്. അതുപോലെ values ranging from L1 plus L2 to L1 minus L2. So for example നമ്മൾ നോക്കുകയാണെങ്കിൽ if L1 is equal to 1 and L2 is equal to 2. L 0 ആയി കഴിഞ്ഞാൽ S 1 എന്ന് പറഞ്ഞാൽ P ആണ്. L2 2 ആയി കഴിഞ്ഞാൽ its value is D. So PD P1 D1 electronic configuration ഉള്ള ഒരു കേസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Okay. ഇപ്പോൾ ക്യാപിറ്റൽ L എന്ന് പറയുന്നത് 3 ആണ്. Thus L is equal to L1 plus L2. You can have the values L1 plus L2 to L1 minus L2. So നമുക്ക് ഓറിയന്റേഷൻ നോക്കുമ്പോൾ മനസ്സിലാവും -3 to +3 വരെ പോസിബിൾ ആയിട്ടുണ്ട് ഓറിയന്റേഷൻസ്. ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേസ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് റൂട്ട് ഓഫ് L into L plus 1 ആണ്. സോ 3 into 3 plus 1 ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. ആ 3ന്റെ പോസിബിൾ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് -3, -2, -1, 0, 1, 2, 3. അതുപോലെ L is equal to 2 ആവാം കേസ്. ക്യാപിറ്റൽ Lന്റെ വാല്യൂ എന്ന് പറയുന്നത് L1 plus L2 to L1 minus L2 വരെയാണ് എടുക്കേണ്ടത്. ഓക്കെ, അതിൽ ഓരോ വാല്യൂസും കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. L is equal to 3, L is equal to 2 and L is equal to 1. അപ്പോൾ അതുപോലെ അതിന്റെ കറസ്പോണ്ടിങ് ഓറിയന്റേഷൻസ് ആണ് ഈ ഓരോന്നും കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നിൻ്റെ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. -3 മാത്രം പോസിബിൾ ഓറിയന്റേഷൻസ് എന്ന് പറയുന്നത് എല്ലാമാണ്. സോ നമ്മൾ പറയേണ്ടത് സ്പിൻ കപ്ലിംഗ് ഓർബിറ്റൽ കപ്ലിംഗ് വരുമ്പോഴത്തേക്ക് വാല്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം L1 plus L2 to L1 minus L2. എസിന്റെ കേസിലാണെങ്കിൽ S1 plus S2 to S1 minus S2 വരെ എടുക്കാം. അത് വെച്ചിട്ട് നമുക്ക് പോസിബിൾ മാഗ്നിറ്റ്യൂഡ് ഓറിയന്റേഷൻസും കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ പോസിബിൾ വാല്യൂസ് ഇത്ര തന്നെ പറയാനുള്ളൂ. സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് അത് ഒരു കേസ് എന്ന് പറയുന്നത് നമ്മൾ ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ 2 ഇലക്ട്രോൺസിലെ കേസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ദ കേസ് ഓഫ് LS കപ്ലിംഗ് is magnetic origin and can be best visualized if we are hypothetically sits ourselves on a electron. നമ്മൾ ഒരു ഇലക്ട്രോണിലെ മുകളിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യണം. ആൻഡ് ന്യൂക്ലിയസ് ഈസ് മൂവിങ് അറൗണ്ട് us.
As a result of this, it can produce a magnetic field. Magnitude of magnetic field depends upon the nuclear charge. Nuclear charge depend LS coupling discuss. So lower mass number case magnetic field effective. But as the nuclear charge increases, for a case of heavier atoms, these interactions become heavy. അതുകൊണ്ടാണ് LS coupling എന്ന് പറയുന്നത് heavier mass number ഉള്ള ആറ്റംസിന് മാത്രമേ കൺസിഡർ ചെയ്യുന്നു നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ Russell-Sanders coupling എന്ന് പറയുന്നത്. ഫസ്റ്റ് അപ്പോൾ Russell-Sanders coupling എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ what is Russell-Sanders coupling എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we can discuss about the four quantum numbers, what is SS coupling, what is LL coupling and what is LS coupling. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ Russell-Sanders coupling എന്താണ് നമുക്ക് പറയാം.